പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, എൻ്റെ ആത്മീയ ജീവിതത്തിലെ ഒരു അനുഭവമാണ് ഇവിടെ നാം അല്പനേരം പങ്കുവയ്ക്കുന്നത്. ഇതിൽ ഈശോയായിട്ടുള്ള ആത്മബന്ധവും തേൻ പോലെ മധുരിക്കും, വചനം തേൻ പോലെ മധുരമാണ് വചനം എന്നതിനെ ആസ്പദമാക്കി തിരുവചനത്തിലൂടെ ഒന്ന് കണ്ണോടിക്കാം. സങ്കീർത്തനം 119, 103 എല്ലാവരും അറിയുന്ന വചനം തന്നെയാണ്. ഏറ്റവും വലിയ അധ്യായം കൂടിയാണ് 119 സങ്കീർത്തനം. 176 വാക്യങ്ങളുണ്ട്. ഇതിൽ 103-ാമത്തെ വാക്യമാണ്, അങ്ങയുടെ വാക്കുകൾ എത്ര മധുരമാണ്, അവൻ്റെ നാവിന് തേനേക്കാൾ മധുരമാണ്. അങ്ങയുടെ വാക്കുകൾ എത്ര മധുരമാണ്, അങ്ങയുടെ വചനം എത്ര മധുരമാണ്. വചനം ഈശോ, അപ്പോൾ ഈശോ മധുരമാണ്, ഈശോ മധുരമാണ്. ഇങ്ങനെ ഈ അധ്യായം പലപ്പോഴും വായിച്ച് മുന്നോട്ട് പോകാറുണ്ടെങ്കിലും ഒരു ദിവസമാണ് 103-ാം സങ്കീർത്തനത്തിൽ 119-ാം സങ്കീർത്തനത്തിൽ 103 സ്ട്രൈക്കായി. 103 എത്തിയപ്പോൾ പലപ്പോഴും വായിച്ചു പോകും. അത്രയും നമുക്ക് സമയമില്ല, നമുക്ക് ദിവ്യകാരണത്തിന് മുന്നിലാണ്. അപ്പോൾ ഒരു 9 മണി തൊട്ട് സ്റ്റാർട്ട് ചെയ്യും ഞങ്ങളുടെ പ്രാർത്ഥനയും കൂട്ടായ്മയാണ്. കുരിശിൻ്റെ വഴി, ജപമാല, കരുണക്കൊന്ത, പാട്ടുകൾ പലരും പാടും, ഞാനും പാടും. അങ്ങനെ പാട്ടുകൾ പാടുമ്പോൾ നമുക്ക് അവസാനം എൻ്റെ ഊഴെത്തും 4 മണി, അതുവരേക്കും കാത്തിരിക്കും. പലരും നമ്മൾ പങ്കുകൊള്ളും. കുരിശിൻ്റെ വഴിയായാലും ജപമാലയായാലും പിന്നെ കൂട്ടായ്മയിൽ കുറേ കാര്യങ്ങൾ, വചനം പങ്കിടലും. പക്ഷേ എൻ്റേതായിട്ടുള്ള ഊഴം വരെ 4 മണിയാണ്, പുലർച്ചെ 4 മണി. 5 മണിക്ക് ദിവ്യകാരുണ്യം ക്ലോസിങ് ടൈമാണ്. അപ്പോൾ ഫാസ്റ്റായിട്ട് വായിക്കുന്നതാണ്. മെല്ലെ ഓരോ അതിനെക്കുറിച്ച് ധ്യാനിച്ച് വായിച്ച് അങ്ങനെ പോകാൻ പറ്റില്ല. അപ്പോൾ 119 സങ്കീർത്തനം 4 മണി കഴിയുമ്പോൾ എനിക്ക് എൻ്റെ ഊഴം കിട്ടും. ചിലപ്പോൾ 4, 4:15, 4:30 ആവും. അപ്പോൾ ഇത് ഞാൻ സങ്കീർത്തനം 119 സങ്കീർത്തനം ഉറക്കെ ഉച്ചസ്വരത്തിൽ വായിച്ചു പോണ്. അവിടെ പലപ്പോഴും വായിച്ചിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാലും 103 എത്തുമ്പോഴും ഞാൻ അത് കടന്ന് പോകാറുണ്ട് പതിവ്. പക്ഷേ ഈ 103-ൽ ഇങ്ങനൊരു സംഭവം ഉള്ളത് ഒരു ദിവസമാണ് സ്ട്രൈക്ക് ചെയ്തത്. അതിന് മുന്നും എൻ്റെ നാവിലെ വായയിൽ മധുരമാണ്, തേൻ മധുരമൊക്കെ ഉണ്ട്. പക്ഷേ ഇതെന്താണ് അടിസ്ഥാന ഘടകം? നമുക്കതിനെക്കുറിച്ച് സത്യങ്ങൾ അറിഞ്ഞിട്ടില്ല. നമുക്കിത് മധുരം ഉണ്ടെന്ന് മാത്രം അറിയുള്ളത്. എന്താണ് മധുരം എന്നൊന്നും നമുക്കൊന്നും ആരും പറഞ്ഞു തരാനോ എനിക്ക് മനസ്സിലാവാനോ ഒന്നും വന്നിട്ടില്ല. ഇതൊരു 8, 9, 10 കൊല്ലം മുന്നത്തെ കഥയാണ്. അവിടെ നിന്ന് തൊട്ടാണ് ഇതൊക്കെ സ്റ്റാർട്ടായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എനിക്കിത് അറിയില്ലായിരുന്നു. അങ്ങനെ അത് സ്ട്രൈക്കായപ്പോൾ ഞാനത് മനസ്സിൽ ആ അധ്യായം 103 നോട്ട് ചെയ്ത് വെച്ചു. മുന്നോട്ട് തുടർന്ന് വായിച്ച് 176-ാം വാക്യം കഴിഞ്ഞോടുകൂടി 119 സങ്കീർത്തനം കഴിഞ്ഞു. പിന്നെ എൻ്റെ പാട്ടുകളാണ്, ഞാൻ പാട്ടുകൾ പാടും. അപ്പോൾ സമയമില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ പള്ളിയിലേക്ക് കുർബാനയ്ക്ക് വരും. 5:30, 5:45 എത്തും. 6 മണിക്ക് കുർബാന. അങ്ങനെ അവിടെ തിരുവോസ്തി വാഴ്ത്തുന്ന സമയത്തും കൂതാശ സമയത്തും ഇതേ ഒരു അനുഭവം ഉണ്ടായി. പിന്നെ വല്ലപ്പോഴൊക്കെ വരാറുണ്ട്, മധുരമൊക്കെ വരും. മധുരം ഇടയ്ക്കിടപഴി വരാറുണ്ടെങ്കിലും അതിൻ്റെ റീസൺ, അതിൻ്റെ കാരണം അറിയില്ല. എന്താണ് വരുന്നത്, അതെന്താണെന്ന് വെച്ചാൽ ഷുഗർ ഉണ്ട് എനിക്ക്. ഷുഗർ ഉള്ളതുകൊണ്ട് അതിനെ ചുറ്റിപ്പറ്റി ഈ മധുരം വരുന്നതാണെന്ന് എൻ്റെ മനസ്സിലുള്ളത്. നമുക്കിതാരും പറഞ്ഞില്ല. അപ്പോൾ അന്നത്തെ ദിവസമാണ് 103-ാം സങ്കീർത്തനത്തിൽ അങ്ങയുടെ വാക്കുകൾ എത്ര മധുരമാണ്, അങ്ങയുടെ വചനം എത്ര മധുരമാണ്, അതെൻ്റെ നാവിന് തേനേക്കാൾ മധുരം പകരുന്നു. ഇത് എൻ്റെ സ്ട്രൈക്കായിട്ട് അവിടെ കിടക്കുന്നുണ്ട്. എന്നിരുന്നാലും അന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ഞാനൊന്ന് അതങ്ങനെ മനസ്സിൽ വെച്ചു. പ്രാർത്ഥനയും ജപമാല ഇതൊക്കെ എനിക്കുണ്ട്. 3 മണിക്ക് കഴിഞ്ഞിട്ട് പ്രാർത്ഥനയൊക്കെ തുടർന്ന് പോകാറുണ്ട്. വിശുദ്ധ കുർബാനയ്ക്ക് എന്നും ബലി അർപ്പിക്കുക എന്നും പോകും. പക്ഷെ എന്നിരുന്നാലും ഇതൊന്നും അറിയണമല്ലോ. അപ്പോൾ എനിക്ക് പേടി കൂടി മധുരം. അപ്പം നമ്മളൊരു ഭക്ഷണം കഴിച്ചപ്പോൾ അന്നൊരു ഇറച്ചിക്കൂട്ടാനും കഴിച്ചാലും സാമ്പാർ കഴിച്ചാലും മീൻകറി കഴിച്ചാലും ഇതെൻ്റെ നാവിൽ 10 മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും മധുരം വരാം. അപ്പോൾ നമുക്ക് ഡൗട്ടായി, ഇതെന്തോ സംതിങ് റോങ്. ഇതിൽ ഷുഗർ എനിക്കുണ്ട്, 300 ഷുഗറൊക്കെ ഉണ്ട്. ഞാൻ മരുന്നൊന്നും അങ്ങനെ കഴിക്കണമെന്നില്ല, ആദ്യമൊക്കെ കഴിച്ചിരുന്നു. എന്നിരുന്നാലും പേടി കൂടിയപ്പോൾ ഞാൻ ഡോക്ടറെ പോയി കാണാൻ പോയി. ഡോക്ടറെ പിന്നെ ആദ്യം കാണിച്ച ഡോക്ടർ തന്നെയാണ്. ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു 500 ആയപ്പോൾ ഞാൻ ഡോക്ടറെ അടുത്ത് പറഞ്ഞു, ഡോക്ടറെ ഞാൻ കുറച്ച് നാളായി ടെസ്റ്റ് ചെയ്തിട്ട് ഇപ്പോൾ 500 ആയി, 500, 600, 700 ഷുഗർ ആയിരിക്കാം, ബോഡിയിൽ നിറഞ്ഞിട്ടുണ്ടായിരിക്കും. അതാണ് എനിക്കിങ്ങനെ നാവിൽ മധുരമുണ്ട്, വായിലൊക്കെ മധുരമാണ്. അപ്പോൾ അതിങ്ങനെ ഒരു അപ്പോൾ ഡോക്ടർ സജഷൻ പറഞ്ഞു, ഒരിക്കലും 500, 1000 ഷുഗറായ ഒരു വ്യക്തിക്ക് എൻ്റെ ഓർമ്മയിൽ മധുരം വരില്ല നാവിൽ.
അപ്പം ഞാൻ ഡോക്ടറോട് വേറെ ഒന്നും പറയാൻ പോയില്ല. ഞാൻ ബൈബിൾ വായിക്കുന്നുണ്ട്, ഞാൻ അത് ചെയ്യുന്നുണ്ട്, ഞാൻ ഇത് ചെയ്യുന്നുണ്ട്, ഞാൻ കുർബാനയ്ക്ക് പോകുന്നുണ്ട്, ഞാൻ പ്രാർത്ഥനയിൽ ആനയാണ്, ഇതൊന്നും പറയാൻ പോയില്ല. ഞാൻ അവിടുന്ന് ഒക്കെ ഡോക്ടർ മാത്രമേ പറഞ്ഞുള്ളൂ. എൻ്റെ അനുഭവത്തിൽ അങ്ങനെ ഒരു സംഭവമില്ല. അപ്പോൾ ആൾ ഇത്രയും വലിയൊരു ഡോക്ടറല്ലേ, ഇത്രയും ഫേമസ് ഉള്ള ഡോക്ടറാണ്. അപ്പോൾ ആൾ പറയുന്നൊരു വാക്ക് നമ്മൾ ശ്രദ്ധിച്ചു, അത് ഇങ്ങനൊരു സംഭവം ഇല്ല. അപ്പോൾ ഷുഗർ സംബന്ധമായിട്ടുള്ള രോഗമല്ല ഈ വായിൽ നിന്ന് മധുരം. അപ്പോൾ തന്നെ എനിക്ക് ഒരു സമാധാനമായി. ഞാൻ പേടിച്ചിട്ടാണ് പോയത്. ഈ പാമ്പ് കടിച്ചാൽ ഇപ്പോൾ എന്താ പറഞ്ഞ പോലെ വിഷം തേണ്ടി കഴിഞ്ഞാൽ നാവും എല്ലാം ബോഡി കംപ്ലീറ്റ് വിഷമായിരിക്കുന്ന പോലെ ഷുഗർ നമുക്കധികം അറിയില്ല. ഞാൻ ഒരു കൊല്ലമായിട്ടുള്ള ഷുഗർ വന്നു തുടങ്ങിയിട്ട് തന്നെ. അപ്പോൾ നമ്മുടെ ബോഡി മൊത്തം ഷുഗറാന്നുള്ള ഒരു ധാരണ എൻ്റെ കയ്യിൽ നിന്ന് മാറി. അത് കഴിഞ്ഞിട്ട് വിശുദ്ധ കുർബാന പിറ്റത്തെ ദിവസം തിങ്കളാഴ്ച വിശുദ്ധ കുർബാന സ്വീകരിച്ചപ്പോൾ അവിടെ വിശുദ്ധ കുർബാന വാഴ്ത്തി ആ കുദാശ സമയത്ത് വീണ്ടും ഇതുപോലെ മധുരം എന്ന് പറഞ്ഞാൽ സാധാരണ പഞ്ചസാര മധുരമല്ലത്, അത് തേൻ കട്ടി എന്ന് പറയുന്നത് തന്നെയാണ്. അതിന് തേൻ കട്ടിയേക്കാളും മധുരം. അപ്പോൾ തേൻ്റെ കട്ടി എന്ന് പറഞ്ഞാൽ അത്രയും നല്ല മധുരമായിരിക്കും. അതാണ് അതിന് ആ വാക്കിന് വചനത്തിൽ തന്നെ കിടക്കുന്നത്. അപ്പോൾ ഇതുപോലെ നല്ല തേൻ പോലെ മധുരിച്ചു ആ ഈശോനെ വാഴ്ത്തി, ഇതെൻ്റെ ശരീരമാകുന്നത് ഭക്ഷിക്കുന്ന മരിക്കില്ല, ഇതൊക്കെ പറയുന്ന ആ സന്ദർഭത്തിൽ ആ കൂദാശ സമയത്തും ഇതുപോലെ വന്നു ഈശോനെ സ്വീകരിച്ചു. ഈശോനെ സ്വീകരിച്ചിട്ട് പിന്നെ ആരാധന ഇരുന്നിട്ട് എടുത്ത ഒരു വചനമാണ് പ്രഭാഷകൻ 24:20. എന്നെ സ്മരിക്കുന്നത് തേനേക്കാളും എന്നെ സ്വന്തമാക്കുന്ന തേൻ കട്ടിയേക്കാളും മധുരം പകരുന്നു. അപ്പോൾ അവിടെ എന്നെ സ്വന്തമാക്കുക. അപ്പം ഞാൻ സ്വന്തമാക്കി. വിശുദ്ധ കുർബാനയിൽ ഈശോനെ ഞാൻ സ്വന്തമാക്കുകയാണ്. വിശുദ്ധ കുർബാന സ്വന്തമാക്കുമ്പോൾ അവിടെ ഈശോ എൻ്റെ ഉള്ളിൽ വന്നു. അപ്പോഴാണ് വീണ്ടും ഇത് പ്രൊഡ്യൂസ് ചെയ്തു. വീണ്ടും തേൻ കട്ടിയ പോലെ മധുരം, വളരെ മധുരമായി. അപ്പോഴാണ് ഞാൻ ആഴത്തിൽ ഇറങ്ങാൻ തുടങ്ങി, വചനത്തിലൂടെ ഇറങ്ങി. അപ്പോഴാണ് ഇവിടെ ജെറമിയ 15:16 പറയുന്നത്, അങ്ങയുടെ വചനം കണ്ടെത്തിയപ്പോൾ ഞാനത് ഭക്ഷിച്ചു, എൻ്റെ ആത്മാവിനത് ആനന്ദാമൃതമായി. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവിനെയാണല്ലോ, കർത്താവിൻ്റെ നാമമാണല്ലോ നാം വഹിക്കുന്നത്. ജെറമിയ 15:16 വളരെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങയുടെ വചനം കണ്ടെത്തിയപ്പോൾ എൻ്റെ ആത്മാവിന് ആനന്ദാമൃതമായി. കണ്ടില്ലേ? ഇത് തന്നെയാണ് മത്തായി 13:44. സ്വർഗരാജ്യം വയലിലെ നിധിക്ക് തുല്യം. നിധി കണ്ടെത്താം, നമ്മൾ നിധി കണ്ടെത്താം. ഈ വചനത്തിൽ ഈ വയലാണ് വചനം. ഗ്രന്ഥങ്ങളൊക്കെ വയലുകളാണ്, ഓരോ വയലുകളാണ്, ഓരോ കണ്ടങ്ങൾ, വയലുകൾ. അതിൽ നമ്മൾ രക്തം തപ്പാം. സ്വർഗരാജ്യം വയലിലെ ഒളിച്ചിരിക്കുന്ന വയലിന് നിധിക്ക് തുല്യം. രക്തം കണ്ടുപിടിക്കുക, രക്തത്തിന് തുല്യം വയലിൽ ഒളിച്ചിരിക്കുക. ഈ ഗ്രന്ഥങ്ങളിൽ, ബൈബിളിലെ വചനങ്ങളിലൊക്കെ ഒളിച്ചിരിക്കുന്നത് നമ്മൾ കണ്ടെത്തണം. അപ്പോൾ കണ്ടെത്തിയപ്പോഴാണ് ആനന്ദാമൃതമായത്. സുഭാഷിതങ്ങൾ 16:24 കൃത്യമായ വാക്ക്, തേൻ അറേ പോലെയാണ്. കൃത്യമായ വാക്ക്, ഹൃദയത്തിനുള്ളിൽ നിന്ന് ദൈവത്തിൻ്റെ അതരത്തിനുള്ളിൽ നിന്നുള്ള വചനം, വാക്ക്, കൃത്യമായ വാക്ക്, വചനം തേനറ പോലെയാണ്. എത്ര മനോഹരമായ വചനമാണ്. അതുപോലെ തന്നെ എസെക്കിയേൽ 3:3 അവൻ പറഞ്ഞു, മനുഷ്യപുത്ര, ഞാൻ തരുന്ന ചുരുൾ ഭക്ഷിച്ചു വയറ് നിറയ്ക്കൂ. ഞാൻ ഭക്ഷിച്ചു, എൻ്റെ വായിൽ തേൻ പോലെ മധുരിച്ചു. തേൻ പോലെ മധുരിക്കുക. അതുപോലെ സങ്കീർത്തനം 19:10 അവ പൊന്നിനെയും തങ്കത്തേക്കാളും അഭികാമ്യമാണ്, അവ തേനിനെയും തേൻ കട്ടിയേക്കാളും മധുരവുമാണ്. സങ്കീർത്തനം 19:10 കിടക്കുന്നുണ്ടല്ലോ. ദൈവത്തിൻ്റെ ബൈബിളിൽ ഓരോ വചനങ്ങളും കോർത്തിണക്കി പിന്നെ ഞാൻ ഒരു പാട്ട് എഴുതി. അവിടെ നിന്നാണ് എനിക്ക് പ്രചോദനം കിട്ടിയത്. മധുരമാണ് വചനം, തിരുവചനമാണ് മധുരം എന്നൊരു പാട്ട് എഴുതിയാലോ എന്നൊരു പ്രേരണ കിട്ടി. അപ്പോൾ ഇതിൽ സുഭാഷിതങ്ങൾ 16:24 സുഭാഷിതങ്ങൾ 16:24 കൃത്യമായ വാക്ക്, ഹൃദയത്തിൻ്റെ വാക്ക്, അതരങ്ങൾ, ദൈവത്തിൻ്റെ അതരത്തിൽ നിന്ന് വരുന്ന വാക്ക്, വചനം തേനറ പോലെയാണ്. അവ ആത്മാവിന് മധുരവും ശരീരത്തിന് ആരോഗ്യപ്രദവുമാണ്. വെളിപാട് 10:10 ഞാൻ ദൂതൻ്റെ കയ്യിൽ നിന്ന് ചുരുൾ വാങ്ങി വിഴുങ്ങി, അതെൻ്റെ വായിൽ തേൻ പോലെ മധുരിച്ചു, എന്നാൽ ഉദരത്തിൽ അത് കയ്പായി മാറി. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, ഉദരത്തിൽ അത് കയ്പായി മാറി. ഒന്നിനും ഞാൻ പറയാം,
ദൂതൻ്റെ കയ്യിൽ നിന്ന് ചുരുൾ വാങ്ങി ഞാൻ അത് വിഴുങ്ങി, എൻ്റെ വായിൽ അത് തേൻ പോലെ മധുരിച്ചു. എന്നാൽ അത് ഉദരത്തിൽ ചെന്നപ്പോൾ അത് കയ്പായി മാറി. അതിൻ്റെ അർത്ഥം എന്താണ് പ്രിയപ്പെട്ടവരെ? പലപ്പോഴും എനിക്ക് എൻ്റെ അനുഭവം പറയാം. ഒരു ദിവ്യബലിയിൽ കൂദാശ സമയങ്ങളിലൊക്കെ കയ്പ് പ്രൊഡ്യൂസ് ചെയ്യുക, വായിൽ കയ്പ് വന്നുകൊണ്ടിരിക്കുക, അത് മാറിക്കൊണ്ടിരിക്കുക. യഥാർത്ഥ കുർബാന കൂദാശ ഒരു ലാസ്റ്റ് സമയങ്ങളിൽ ഇതെൻ്റെ ശരീരമാണ്, ആ സമയം കുർബാന സ്റ്റാർട്ടിംഗ് ആണ് ഉള്ളിലെ കയ്പ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇതിന് ശേഷം വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന മുന്നോടിയായി എൻ്റെ നാവിന് മധുരം തേൻ പോലെ മധുരിക്കുക. അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മുടെ ഉള്ളിലുള്ള അന്ധകാര ശക്തികൾ വിട്ടുപോകുന്നതായിരിക്കാം. എൻ്റെ ഒരു സങ്കല്പമാണ്, എൻ്റെ മനസ്സ് പറയുന്നതാണ്. ഈശോനെ സ്വീകരിക്കാൻ പോകുന്ന ആ സമയങ്ങളിൽ എൻ്റെ നാവിനെ കയ്പ് മാറുന്നു. കയ്പ് ഉള്ളിൽ നിന്ന് പുറത്തേക്ക് പോകുന്നതാണ്. ഉള്ളിലുള്ള കയ്പിനെ പുറത്തേക്ക് തള്ളുകയാണ്. അതിനുശേഷം വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന തൊട്ട് മുമ്പ് നാവിൽ വീണ്ടും മധുരം വരാം. ഇത് എപ്പോഴും അല്ലേ, കയ്പൊന്നും എപ്പോഴും വന്നിട്ടൊന്നും 1-2 തവണ വന്നു. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയോടത്തോളം ഇതാണ് സംഭവം. ഇത് എൻ്റെ ഉള്ളിലുള്ള പാപത്തെ പുറത്ത് ചാടിക്കുകയാണ്. അനുതാപിച്ചു കഴിഞ്ഞ് നമ്മൾ കുമ്പസാരത്തിൽ അനുതാപമൊക്കെ കഴിഞ്ഞിരുന്നെങ്കിലും നമ്മുടെ പാപം, ചെറിയൊരു പാപങ്ങളൊക്കെ നമ്മുടെ ഉള്ളിലുണ്ട്. അത് നമ്മൾ ഈശോ തന്നെ എടുത്ത് കളയുന്നതായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത്. പിന്നെ ഒരു 9 കൊല്ലമായി നാവിൽ തേൻ പോലെ മധുരിക്കും, ഒക്കെ മധുരം തേനൊക്കെ ഉണ്ട്. ഇതിൻ്റെ തുടക്കം ബൈബിൾ വായനയും അതുപോലെ തന്നെ ബലിയർപ്പണം. ഇപ്പോൾ വചനമാംസമായി നമ്മുടെ ഉള്ളിൽ വചനം വായിച്ചാൽ മാത്രം പോരാന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഞാൻ ബൈബിൾ വായന മാത്രമല്ല, ഇതിലൂടെ നമ്മൾ ബലിയർപ്പണവും എന്നും കുർബാനയ്ക്ക് പോയി ബലിയർപ്പിക്കുന്നുണ്ട്, ആ ഈശോനെ സ്വീകരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയും ഒരു കാരണമാണ് വായത്രി മധുരിച്ച് തേൻ പോലെ മധുരിക്കുന്നത്. ഈ വചനങ്ങളൊക്കെ ഓർത്തെനിക്ക് പാട്ട് എഴുതി, വചനമാണ് മധുരം എന്നൊരു പാട്ട് എഴുതി. അത് പാടി വന്നപ്പോഴാണ് കൂടുതലും ഈശോയായിട്ടുള്ള ബന്ധം, സ്നേഹത്തിൻ്റെ ബന്ധം, മധുരത്തിൻ്റെ ബന്ധം, തേൻ പോലെ മധുരിക്കുന്നൊരു അവസ്ഥയിലെത്തിയത്. ആ പാട്ടൊന്ന് ഞാൻ അവിടെ നിന്ന് പാടാം. മധുരമാണ് വചനം, തിരുവചനമാണ് മധുരം, തേന് പോലെ മധുരം ഈ ദൈവവചന മധുരം. മധുരമാണ് വചനം, തിരുവചനമാണ് മധുരം, തേന് പോലെ മധുരം ഈ ദൈവവചന മധുരം. രോഗമുക്തിയായിടും വചനമാ മധുരം, അസ്ഥിബന്ധനങ്ങളിൽ അറങ്ങിടുന്നു വചനം. രോഗമുക്തിയായിടും വചനമാ മധുരം, അസ്ഥിബന്ധനങ്ങളിൽ അറങ്ങിടുന്നു വചനം. മധുരമാണ് വചനം, തിരുവചനമാണ് മധുരം, തേന് പോലെ മധുരം ഈ ദൈവവചന മധുരം. മൃദുലമായ ഹൃദയം തന്നിടുന്നു വചനം, പാപമാലിന്യങ്ങളെ മാറ്റിടുന്നു വചനം. മൃദുലമായ ഹൃദയം തന്നിടുന്നു വചനം, പാപമാലിന്യങ്ങളെ മാറ്റിടുന്നു വചനം. മധുരമാണ് വചനം, തിരുവചനമാണ് മധുരം, തേന് പോലെ മധുരം ഈ ദൈവവചന മധുരം. ഭൂമി മാറിപ്പോയിടും ആകാശം മാഞ്ഞിടും, ദൈവത്തിൻ വചനത്തിൻ മാറ്റമില്ലാതായിടും. ഭൂമി മാറിപ്പോയിടും ആകാശം മാഞ്ഞിടും, ദൈവത്തിൻ വചനത്തിൻ മാറ്റമില്ലാതായിടും. മധുരമാണ് വചനം, തിരുവചനമാണ് മധുരം, തേന് പോലെ മധുരം ഈ ദൈവവചന മധുരം. തീ പോലെ ജ്വലിക്കുന്ന ദൈവത്തിൻ വചനമാ, ഇരുതല വാള് പോലെ മൂർച്ചയുള്ള വചനമാ. ഈ പാട്ടും അതുപോലെ തന്നെ ഇത്രയും വചനങ്ങളും 7 അധ്യായങ്ങളിലാണ് ഈ മധുരത്തിനെ കുറിച്ച് കൊടുത്തിട്ടുള്ളത്. ഈശോ മധുരമാണ്, ഇതിൻ്റെ ഓപ്പോസിറ്റ് കയ്പ് ആരാന്നുള്ളത് നമുക്ക് ഊഹിച്ച് മനസ്സിലാക്കാവുന്നതുള്ളൂ. അപ്പോൾ ഈ പാട്ടും അതുപോലെ തന്നെ ഈ അധ്യായങ്ങളൊക്കെ വായിച്ചാൽ നമ്മുടെ വായ തേൻ പോലെ മധുരിക്കും. എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് ഞാൻ പറയുന്നത്. 10 കൊല്ലമായി ഇത് അനുഭവത്തിൽ വരുന്നു. അതുപോലെ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ 30 സെക്കൻഡിനോണ്ട് പറയലും 40 സെക്കൻഡിനോണ്ട് തിരിച്ചും പറഞ്ഞ് നമ്മൾ അത് പഠിച്ചതിന് ശേഷമാണ് ഉൽപ്പത്തി ഗ്രന്ഥത്തിൻ്റെ പേര് ആദ്യം 10 കൊല്ലം മുന്നേ ഞാനത് പഠിച്ചു. എൻ്റെ കുഞ്ഞുങ്ങൾ അതുപോലെ 2 കുരുന്നുകൾ പള്ളിയിൽ നിന്ന് വിട്ടു പോകുമ്പോൾ അച്ഛൻ ജോബച്ചൻ അങ്ങനെ പറയുന്നുണ്ട് കുഞ്ഞുങ്ങളോട്. എൻ്റെ മോനും മോളെ 10 കൊല്ലം മുന്നേ അത് അന്ന് ഫേസ്ബുക്കിലൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് അന്ന് കുറേ കേട്ടിരുന്നു കണ്ടിരുന്നു. അപ്പോൾ അത് പഠിച്ചതിന് ശേഷമാണ് ഞാൻ ആഴത്തിലേക്ക് ബൈബിളിലേക്ക് ഇറങ്ങിയത്.
ഇതിൻ്റെ പ്രത്യേകത വേറെ കാര്യമുണ്ട്. ഒരു ഗ്രന്ഥം വായിക്കുന്നത് മുന്നേ അതിൻ്റെ ആമുഖം വായിക്കും. അതെൻ്റെ ശീലമാണ് പണ്ട് മുതലേ. ഉൽപ്പത്തി വായിക്കുമ്പോൾ ഇതിൻ്റെ ആമുഖം, വെളിപാട് വായിക്കുമ്പോൾ അതിൻ്റെ ആമുഖം, എല്ലാത്തിൻ്റെയും ആമുഖം വായിച്ചിട്ടാണ് ഞാൻ യഥാർത്ഥത്തിൽ പുസ്തകത്തിലേക്ക് ഏതായാലും ആമുഖമാണ്. ഗ്രന്ഥപുസ്തകത്തിന് ആമുഖം വായിച്ചാലാണ് നമുക്കതിനൊരു അറിവ്, അതിൻ്റെ ബേസ് മനസ്സിലാവുള്ളൂ. അത് കഴിഞ്ഞിട്ടാണ് ഉള്ളിലേക്ക് ഇറങ്ങി പോവുക. അപ്പോൾ ഞാൻ ഇവിടുന്ന് ഉൽപ്പത്തി മുതൽ വെളിപാട് വരയ്ക്കും, വെളിപാട് മുതൽ ഉൽപ്പത്തി വരയ്ക്കും. ഞാൻ അവിടെ പറയാം. ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, നിയമാവർത്തനം, ജോഷുവ, ന്യായാധിപൻ, റൂത്ത്, സാമൂൽ 2, രാജാക്കന്മാർ 1, രാജാക്കന്മാർ 2, ദിനവർത്തനം 2, എസ്ര, നെഹിമ്യ, തോബീത്ത്, യൂത്ത്, എസ്ര, മക്കബാർ 2, ജോബ്, സങ്കീർത്തനം, സുഭാഷികൻ, സഭാപ്രസംഗം, ഉത്തമഗീതം, ജ്ഞാനം, പ്രഭാഷകൻ, യെശയ്യാ, ജെരമ്യാ, വിലാപങ്ങൾ, ബാറൂക്ക്, എസെക്കിയേൽ, ദാനിയേൽ, ഹോസേയ, ജോയൽ, ആമോസ്, ഓബാദ്യ, യോന, മിക്ക, നാഹൂം, അബൂഖ്, സഫാനിയ, ഹഗ്ഗായി, സക്കറിയ, മലാക്കി, മത്തായി, മാർക്കോസ്, ലൂക്ക, യോഹന്നാൻ, അപ്പോസ്തലന്മാരുടെ പ്രവർത്തനം, റോമ 1 കൊരിന്ത്യർ 2 കൊരിന്ത്യർ ഗലാത്യ, അപ്പോസ്തലർ, ഫിലിപ്പി, കൊളോസ്സർ, തെസ്സലോനിക്ക 2, തിമോഥെയോസ് 2, തീത്തോസ്, ഫിലിമോൻ, ഹെബ്രായർ, യാക്കോബ് 1 പത്രോസ് 2 പത്രോസ് 1 യോഹന്നാൻ 2 യോഹന്നാൻ 3 യോഹന്നാൻ യൂദാസ്, വെളിപാട് 3 യോഹന്നാൻ 2 യോഹന്നാൻ 1 യോഹന്നാൻ 2 പത്രോസ് 1 പത്രോസ് യാക്കോബ്, ഹെബ്രായർ, ഫിലിമോൻ, തീത്തോസ്, തിമോഥെയോസ് 2 തിമോഥെയോസ് 1, തെസ്സലോനിക്ക 2 തെസ്സലോനിക്ക 1, കൊളോസ്സർ, ഫിലിപ്പി, അപ്പോസ്തലർ, ഗലാത്യ 2 കൊരിന്ത്യർ 1 കൊരിന്ത്യർ, റോമ, അപ്പോസ്തലന്മാരുടെ പ്രവർത്തനം, യോഹന്നാൻ, ലൂക്ക, മാർക്കോസ്, മത്തായി, മലാക്കി, സക്രിയ, സഫാനിയ, ഹഗ്ഗായി, ഹബോക്ക്, നാഹൂം, മിക്ക, യോന, ഓബാദ്യ, ആമോസ്, ജോയൽ, ഹോസേയ, ദാനിയേൽ, എസെക്കിയേൽ, ബാറൂക്ക്, വിലാപങ്ങൾ, ജെരമ്യാ, യെശയ്യാ, പ്രഭാഷക, ജ്ഞാനം, ഉത്തമഗീതം, സഭാപ്രസംഗം, സുഭാഷികൻ, സങ്കീർത്തനം, ജോബ്, മക്കബാർ 2 മക്കബാർ 1, എസ്തേർ, യൂദിത്ത്, തോബീത്ത്, എസ്ര, നെഹിമ്യ, ദിനവർത്തനം 2 ദിനവർത്തനം 1, രാജാക്കന്മാർ 2 രാജാക്കന്മാർ 1, സാമൂൽ 1 സാമൂൽ 2, റൂത്ത്, ന്യായാധിപന്മാർ, ജോഷുവ, നിയമാവർത്തനം, സംഖ്യ, ലേവ്യർ, പുറപ്പാട്, ഉൽപ്പത്തി, പുറപ്പാട്. ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും വായിച്ചിട്ടാണ് ഞാൻ ഈ ബൈബിൾ ഗ്രന്ഥത്തിൻ്റെ ആഴമായതിലേക്ക് ഇറങ്ങിയത്. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ.